ഞാനായിട്ട് എന്ത് സ്നേഹത്തിലാണെന്ന്. ഇപ്പൊ തന്നെ അവൾ എന്നോട് പറഞ്ഞ് അവൾക്ക് മഹിളാരത്നം പരിപാടിയിൽ പങ്കെടുക്കണം, ഡാൻസ് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, നീ SMS ചെയ്യണോട്ട് അവള് കണ്ട ഡാൻസ് പഠിച്ച് ക്ഷീണിച്ചിട്ട് തളർന്ന വന്ന പാവം. ഒരുപാട് ഡാൻസ് ക്ലാസ് ഉണ്ടായല്ലേ? ഒത്തിരി നേരം ഡാൻസ് ക്ലാസ് ഉണ്ട്. നടുവേദന എടുത്തിട്ട് വയ്യ ഏട്ടാ. ഞാൻ സുന്ദരിയായിട്ടില്ലേ? അയ്യോ അത് പറയണോ? നീ ഒന്ന് പെർഫോം ചെയ്താൽ മതി, ആളുകൾ SMS വിട്ടോളും. ഇപ്പൊ എന്നെ കണ്ട ആർക്കും ഒരു SMS വിടാൻ തോന്നുന്നുണ്ടോ? എനിക്ക് വയ്യ. ദൈവമേ, ഞാൻ ഏതൊരു നല്ല സ്ഥലത്ത് പോകാൻ അറിഞ്ഞാലും ഈ തെണ്ടിയുടെ മോന്ത കണി കാണാനാണല്ലോ എന്റെ വിധി. കണി ശരി കണി കാണും നേരം കമലം തിരുവൈക്കം വാഴും ദിവസം. കണി ശരിയായിരുന്നു. അതെ, ഏലമ്പലത്തിലോട്ട് ഞാൻ പറഞ്ഞില്ലേ മഹിളാരത്നം പരിപാടിക്ക് പോകാൻ ഞങ്ങൾ മഹിളാരത്നമാക്കാൻ. മനുഷ്യ നമ്മൾ എവിടെ പോകുന്നത് നമ്മൾ അറിഞ്ഞേച്ചാ മതി. ഈ നാട്ടിൽ കാണുന്ന തെണ്ടികളോടൊന്നും ഇത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് മാറിയില്ല, നിങ്ങൾ മിണ്ടാതെ മാറിയിട്ട് ഞങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ എവിടെ പോകുന്നു നീ തീരുമാനിക്കണ്ട. അതെ, വെള്ളം അടിച്ച വഴിക്ക് കിടക്കണം. എല്ലാരും വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം, വയറ്റിൽ കിടക്കണമെന്ന്. അല്ല, എനിക്കറിയാൻ പറ്റാത്ത ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കുന്ന സ്ഥലമാണോ ഈ വയറിൽ? നീ വെള്ളം അടിച്ചാൽ നിന്റെ വയറ്റിൽ കിടക്കണമെന്ന് ഞാൻ അടിച്ചോളാം, പിന്നെ നിങ്ങളെ വയറ്റു. നിങ്ങളാണെങ്കിൽ പറയേണ്ട സ്ഥാനം പറയേണ്ട രീതി പറയാൻ ഏത് ശക്തി മുൻപലിക്കും. ഈ സ്ഥാനത്ത് നിങ്ങൾ അവിടെ കൊണ്ടുപോകുന്നവര് മഹിളാരത്നമാക്കാൻ ഇതിനെ മഹിളാരത്നം അല്ല, ഇതിനെ ലഹളാരത്നമാക്കാൻ പറ്റും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ ഇവക്ക് ഒരു ആഗ്രഹം, ഫ്ലാറ്റിൽ താമസിക്കണമെന്ന്. അപ്പൊ ഇവള് പെർഫോം ചെയ്ത് ഇവക്ക് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ്, ഗൾഫിലൊരു ഫ്ലാറ്റ്. അപ്പൊ ഞങ്ങൾക്ക് സുഖമായിട്ട് ഫ്ലാറ്റിൽ കഴിയാമല്ലോ. തിരുവനന്തപുരത്തും ഗൾഫിലും ഒക്കെ ഫ്ലാറ്റ് അല്ലേ? എടോ, തിരുവനന്തപുരത്തും ഗൾഫിലും ഒക്കെ ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ സ്വന്തം തടി അല്ലെങ്കിൽ പണി ചെയ്യണം. അല്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കുളിത്തൊലിപ്പിച്ച് TV കൂടി കോപ്രായം കാണിച്ചല്ല ഫ്ലാറ്റ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇവളുടെ പെർഫോമൻസ് കാണണം. ഇവക്ക് SMS വിടണം. SMS എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായോ? അറിയാം. എന്താണ്? സാധാരണക്കാരന്റെ മണി കളയുന്ന സാധനം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ അവസാനമായിട്ട് പറയുക, ഇവന്റെ TV-യിൽ ഞായറാഴ്ച 10 മണിക്കാണ് പ്രോഗ്രാം. ഇവളുടെ പെർഫോമൻസ് കണ്ടിട്ട് നീ SMS ചെയ്തിരിക്കും, എനിക്ക് ഉറപ്പാണ്. എടാ, എന്റെ വൈഫിന്റെ ഫോർമാറ്റ് അറിയാമോ? നിങ്ങളുടെ വൈഫിന്റെ ഫോർമാറ്റ് എനിക്ക് കാണാമല്ലോ. സ്വന്തം പെണ്ണുമ്പോഴാണോ ഫോർമാറ്റ് പോലും അറിയാതെ? ഇതൊക്കെ ഒരേ സ്കൂളിൽ തന്നെ പഠിക്കണം. നിന്നെ എത്ര നാളെയാണ് ഞാൻ സ്കൂളിലോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ട്? അതെ, മാഷ് വന്ന് കണ്ടില്ല. നീ കാണൂല, എത്ര നാളായി നിന്നോട് സ്കൂളിലോട്ട് വരാൻ പറഞ്ഞിട്ട്? ഞാൻ പഠിച്ചു നിർത്തിട്ട് ഓരോ നാളായി. നിന്നെ പഠിക്കാനല്ല, എടാ നിന്റെ പിള്ളേരുടെ ശല്യം സഹിക്കാൻ പറ്റാൻ നിന്നോട് വരാൻ പറഞ്ഞു. ആണോ? എന്റെ പിള്ളേരുടെ ശല്യം കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടു, പിന്നെ അത് പറഞ്ഞ എന്നെ ശല്യം ചെയ്യില്ല. എന്ത് പിള്ളേരാണ്? എന്ത് പിള്ളേരാ? അവനെ പിടിക്കണല്ലോ അവന്റെ പിള്ളേരാ. എടാ, ഇത്രയും മണ്ടന്മാരായിട്ടുള്ള 2 പിള്ളേരും ഞാൻ എന്റെ ചെറുതോട്ടല്ലോ. അവന്മാര് മണ്ടന്മാരായോണ്ടാ ഞാൻ ആ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടത്. അവന്മാര് ബ്രില്യന്റ് ആയിരുന്നെങ്കിലേ അവന്മാര് വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാൻ പറഞ്ഞു വിട്ടേ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി അവരങ്ങ് കളക്ടർമാരാവും. ചിലപ്പോ പറയാൻ പറ്റത്തില്ല, ദൈവം അനുഗ്രഹിച്ചു ചിലപ്പോ കളക്ടറോ IG ഒക്കെ ആയിരുന്നിരിക്കും. കണ്ടോ ഇവന്റെ പിള്ളേരെ കാര്യം അറിയണം നിങ്ങൾ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവന്റെ കുട്ടികൾക്കറിയില്ല. അല്ല, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൈ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് നിന്റെ മണ്ടം പിള്ളേർക്ക് അറിയത്തില്ല. നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാവോ? അത് സർക്കാർ അടിച്ചിട്ട് ഞങ്ങൾ പിള്ളേർ കൊടുക്കല്ലേ? ആണോ? അപ്പൊ സർക്കാരിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ. അല്ല, എന്റെ മക്കളല്ല സർക്കാർ വിട്ടത് പൂരിപ്പിക്കില്ല. സർക്കാർ വെച്ചാൽ എന്റെ പിള്ളേർക്ക് കടക്കാൻ പോലെ കണ്ടാ അത് വർത്താനം കേട്ടാ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇവന്റെ പിള്ളേരെ മാർക്കറിയോ? ഇവന്റെ പിള്ളേർ കെമിസ്ട്രിക്ക് 1, ബയോളജിക്ക് 3, മാത്സിന് 2. ഈ ബയോളജിക്കും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും റോബർട്ടിനും ഗിൽബർട്ടിനും ഒക്കെ എന്ത് കിട്ടുന്ന എനിക്കറിയണ്ട. എന്റെ മോൻ സുമേഷ് അവനെന്ത് കിട്ടുന്ന എനിക്കറിയാമോ?
ഈ മറ്റുള്ള പിള്ളേരുടെ കാര്യം എന്നെ വിളിച്ചു പറയണ എന്തിനാണ്? കെമിസ്ട്രിയുടെ കാര്യം കെമിസ്ട്രി അച്ഛനെ വിളിച്ചു പറയണം. അല്ലെ എന്നെ വിളിച്ചല്ല കെമിസ്ട്രിക്ക് അച്ഛനും അമ്മയില്ല, കെമിസ്ട്രിക്ക് അച്ഛനും അമ്മയില്ലെന്ന് മാറ്റൊന്നും പറയണ്ട. മാറ്റം ഒറ്റൊരുത്തം കാരണം എന്റെ പോയിട്ട് ഒരു വർഷം പോയതറിയോ? ഞാൻ എന്ത് ചെയ്ത്? മാസ്റ്ററിന്റെ പോയി തോപ്പിച്ചെങ്കിൽ കണക്കായി പോയി. എടാ നിന്റെ പിള്ളേർക്ക് കണക്കൊരു വക അറിയില്ല. അങ്ങനെ സംസാരിച്ച് വലിയ കൊമ്പത്താളായി പോയില്ലേ? ഞാൻ കണക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. നീ എന്ത് കണക്കാ ചോദിച്ചത്? ഞാൻ ചോദിച്ചു, മോനെ ഒരു ക്വാർട്ടറിന് 35, ഒരു പൈന്റിന് 70, അങ്ങനെയാണ് 2 ക്വാർട്ടർ പ്ലസ് ഒരു പൈന്റ് സീക്രട്ട് എത്രാന്ന് വെച്ച് പോകാൻ പറഞ്ഞല്ലോ 140. അത് കണക്കല്ലേ? ഈ മദ്യത്തിന്റെ കണക്കാണോ കണക്ക്? ഈ മദ്യത്തിന്റെ എന്നെ കണക്കില്ല. മദ്യത്തിന്റെ കാര്യം പറയുമ്പോ മാഷിന് ഇത്ര പുച്ഛമില്ല. എടാ അതല്ല, ഞാൻ പഠിപ്പിക്കുന്ന കണക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. മാഷിന് എല്ലാം കൊടുക്കും. അതായത് ഞാനൊരു ചാക്കിൽ 25 തേങ്ങ എടുത്തു വെച്ചു. അതിൽ 10 എണ്ണം ഞാൻ ലക്ഷ്മിക്കുട്ടിക്ക് കൊടുത്തു, 5 എണ്ണം ഞാൻ കല്യാണിക്കുട്ടിക്ക് കൊടുത്തു, വീണ്ടും 5 എണ്ണം ഞാൻ ജാനകിക്കുട്ടിക്ക് കൊടുത്തു. ബാക്കി ചാക്കിൽ എത്ര തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് അറിയില്ല. സൈലൻസ്. ഈ ചാക്കിനകത്ത് തേങ്ങ കെട്ടിവെച്ചാരാ? ഞാൻ. അതിന് 5 തേങ്ങ എടുത്ത് ലക്ഷ്മിക്കുട്ടിക്ക് കൊടുത്താരാ? ഞാൻ. അതിന് 5 തേങ്ങ ശാന്തക്കുട്ടിക്ക് കൊടുത്താരാ? ഞാൻ. അപ്പൊ നിങ്ങളെ തേങ്ങ എടുത്ത് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് എന്റെ മോള് വെക്കില്ല കേട്ടോ. നിങ്ങളെ തോന്നാത്ത കുട്ടിക്കല്ല എന്റെ മോളെ കൂടി കൊടുക്കും. നിങ്ങളോടെ തെറ്റിയിട്ട് എന്റെ മോട്ട് നടക്കോക്കണമെങ്കിൽ എന്റെ പിള്ളേരെ ഇഷ്ടമല്ലെങ്കിൽ അത് പറയാം. നിങ്ങൾക്കുണ്ടല്ലോ എന്റെ പിള്ളേരോട് ഈഗോസ് ആണ്. ഈഗോസ് ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞു. ഇവനോട് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസമില്ല. അങ്ങനെ സംസാരിക്കല്ലേ? എനിക്ക് നല്ല വിദ്യാഭ്യാസം ജോലിപ്പിക്കാനുള്ള മനസ്സിലാണ്. നിനക്ക് എന്ത് എന്തുണ്ടോ? ഞാൻ B.Ed വരെ പോയാ. B.Ed ആ 8B. എടാ 8B ആണോടാ B.Ed? ഈ 8B തിരിച്ചിരുന്നത് ഈ B.Ed കേട്ടാ. എടാ ഞാൻ പറയുന്നത് അച്ചടക്കത്തിന് അവാർഡ് കിട്ടിയ സ്കൂളാണ് മാഷ് പഠിപ്പിക്കുന്ന സ്കൂൾ. എന്നിട്ട് നിന്റെ മക്കൾക്ക് മാത്രം അച്ചടക്കം ഇല്ല. ഇല്ല അല്ല. ഓ എന്നെ പോലെ ആ സ്കൂളിൽ അച്ചടക്കം പഠിപ്പിച്ചോണ്ടാണല്ലോ അവിടുത്തെ പിള്ളേരുടെ ഫോട്ടോ ഇന്റർനെറ്റിലും മൊബൈലിലൊക്കെ വന്നിട്ട് പിള്ളേർ ആത്മഹത്യ ചെയ്തു. അതൊന്നും എന്നെ പഠിപ്പിക്കാൻ വേണ്ട. പിള്ളേർക്ക് അച്ചടക്കം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള മദ്യപാനികളെ കണ്ടുപിടിക്കണം. നിന്നെ കണ്ടുപിടിക്കാൻ എങ്ങടാ? എന്നെ പോലുള്ള മദ്യപാനികൾ ബീവറേജോണ്ട് ക്യൂ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ക്യൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആ ക്യൂ നിൽക്കുമ്പോ ഞങ്ങളുടെ ഭവ്യത, ഞങ്ങളുടെ എളിമത്തം, ഞങ്ങളുടെ ഒത്തൊരുമ, ഇതെല്ലാം കണ്ടുപോകണം ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർ അച്ചടക്കം പഠിക്കാൻ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എടാ തന്തമാര് നന്നായാലേ പിള്ളേര് നന്നാവുള്ളൂ. തന്തമാര് നന്നായാലേ പിള്ളേര് നന്നാവുള്ളൂ. എനിക്കിപ്പോ ഇത്ര നന്നാകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇഷ്ടം പോലെ എന്റെ പിള്ളേരെന്താ ചെയ്യുന്നത്? നിന്നോട് സംസാരിക്കാൻ നേരമില്ല. മാഷേ മാഷേ എങ്ങോട്ടാണ് മാഷേ? ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാ. പോലീസ് സ്റ്റേഷൻ? മാഷേ അത് SI ഒന്ന് കാണണം. ഓ സ്കൂളിന്റെ ആനിവേഴ്സറി കടത്തുന്നുണ്ടോ? അതല്ല എന്റെ മൂത്ത പൊന്നൊരു സൈക്കിൾ കെട്ടുന്നവരോടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചേക്കുക. അവനൊന്ന് ജാമ്യത്തിൽ ഇറക്കണം. എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായി? തന്തമാര് നന്നായാലേ മക്കൾ നന്നാക്കുള്ളത്. അവൻ മദ്യത്തിന്റെ പുറത്ത് അടിക്കരുത്. വലിയ സാമർത്ഥ്യമായിട്ട് കേട്ടാ. ഈ ആവതിനകത്ത് തന്നെ എല്ലാരും കൂടി തല്ലിട്ട് പോയപ്പോ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാരും എന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത ജംഗ്ഷനിൽ പോയി 2 എണ്ണം മേടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുവാണ്, ഞാൻ അടുത്ത ജംഗ്ഷനിൽ പോയി അരി കൊണ്ട് ചുരുണ്ടോളാം, സത്യം. അപ്പൊ എനിക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS space BAIJ. Please vote for me. Okay, thank you.